പരമോന്നത നേതാവ് അലി ഖാംനിയുടെ മൃതദേഹം സംസ്കരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇറാൻ. ജൂലൈ 3 ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് തുടക്കമായി. ഫെബ്രുവരി 28 കൊല്ലപ്പെട്ട ശേഷം രഹസ്യ കേന്ദ്രത്തിൽ ശീതീകരണ സംവിധാനത്തിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടാണ് പുറത്തെത്തിച്ചത്. ശേഷം തെഹ്റാനിലെ ഗ്രാൻഡ് മുസല്ല പള്ളിയിലേക്ക് എത്തിച്ചു. തെഹ്റാനിൽ നിന്ന് 120 കിലോമീറ്റർ ദൂരെയുള്ള ഖും നഗരത്തിലേക്ക് ഇനി മൃതദേഹം കൊണ്ടുപോകും. അവിടെ നിന്ന് അയൽ രാജ്യമായ ഇറാഖിലേക്ക് മൃതദേഹം എത്തിക്കും. എന്തിനാണ് ഇറാൻ പരമോന്നത നേതാവിന്റെ മൃതദേഹം മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നത് എന്ന സംശയം സ്വാഭാവികമാണ്. മതപരവും രാഷ്ട്രീയവുമായ കാരണങ്ങളും ഇതിനു പിന്നിലുണ്ട്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് അലി ഖാംനിയുടെ മൃതദേഹം ഖും നഗരത്തിലേക്ക് കൊണ്ടുപോകുക. ചൊവ്വാഴ്ച ഇവിടെ പൊതുദർശനത്തിന് അവസരമുണ്ടാക്കും. ഇറാനിലെ ഷിയാക്കളുടെ പുണ്യ നഗരമാണ് ഖും. രാജ്യത്തെ ഏറ്റവും വലിയ മതപാഠശാലകൾ ഇവിടെയാണുള്ളത്. അലി ഖാംനി ഉൾപ്പെടെ പഠിച്ചത് ഖുമ്മിലെ കലാലയത്തിലാണ്. ബുധനാഴ്ച ഖുമ്മിൽ നിന്ന് മൃതദേഹം വിമാനത്തിൽ ഇറാഖിലെ നജഫ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിക്കും. നജഫിലെ പൊതുദർശനത്തിന് ശേഷം ഇറാഖിലെ മറ്റൊരു പുണ്യ നഗരമായ കർബലയിലെത്തിക്കും. പ്രവാചകപുത്രി ഫാത്തിമയുടെ ഭർത്താവും ഷിയാക്കൾ പ്രഥമ ഇമാമായി കരുതുന്ന വ്യക്തിയുമായ അലി ബിൻ അബി ത്വാലിബിന്റെ ഖബറിടം നജഫിലാണ്. ഇമാം അലിയുടെ മകൻ ഹുസൈൻ കൊലപ്പെട്ടത് കർബലയിലാണ്. 680 നടന്ന യുദ്ധത്തിലായിരുന്നു ഇത്. ഇമാം ഹുസൈന്റെ അർദ്ധ സഹോദരൻ അബ്ബാസും അന്ന് കൊല ചെയ്യപ്പെട്ടു. ഷിയ വിശ്വാസമുള്ളവർക്ക് അതുകൊണ്ട് തന്നെ നജഫും കർബലയും വളരെ പുണ്യ നഗരങ്ങളാണ്. മാത്രമല്ല ഇറാനിലെ പഴയ ഗജർ രാജവംശത്തിലെ അവസാനത്തെ 3 രാജാക്കന്മാരുടെ ഖബറുകളും കർബലയിലാണ്. ഗജർ രാജവംശത്തെ അട്ടിമറിച്ചാണ് സൈനിക ഉദ്യോഗസ്ഥർ റസാ ഖാൻ 1921 ഇറാന്റെ അധികാരം പിടിച്ചതും പഹ്ലവി രാജവംശം സ്ഥാപിച്ചതും. ഈ ഭരണകൂടത്തെ അട്ടിമറിച്ചാണ് 1979 ഇമാം ഖുമൈനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക വിപ്ലവം നടന്നത്. വിപ്ലവത്തിന് ശേഷമുള്ള ഇറാന്റെ ആദ്യ പരമോന്നത നേതാവ് ആയത്തുള്ള റുഹുല്ല ഖുമൈനി ആയിരുന്നു. ഇദ്ദേഹം 1989 മരിച്ചപ്പോൾ ആയത്തുള്ള അലി ഖാംനി പരമോന്നത നേതാവായി. അലി ഖാംനിയുടെ മൃതദേഹം ഇറാഖിലെ ദർശനത്തിന് ശേഷം വ്യാഴാഴ്ച ഇറാനിലേക്ക് എത്തിക്കും. മഷ്ഹദ് നഗരത്തിലെ ഇമാം റസ മക്ബറയിലാണ് അലി ഖാംനിക്ക് അന്ത്യവിശ്രമ കേന്ദ്രം ഒരുക്കിയിട്ടുള്ളത്. ഷിയാക്കളുടെ 8ാമത്തെ ഇമാമാണ് ഇമാം റസ. 1939 അലി ഖാംനി ജനിച്ചത് മഷ്ഹദിലാണ്. പഠിച്ചതും ഖും നഗരത്തിലും. ഇമാം റാസിയുടെ മക്ബറയിൽ അലി ഖാംനിക്ക് അന്ത്യവിശ്രമ കേന്ദ്രം ഒരുക്കുന്നത് അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമാണ്.